നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിയേട്ടാ, വിഷമിക്കല്ലേ. ഗംഗയുടെ മനസ്സ് മാറും. മഹിയേട്ടനും മാളുവിനും ഗംഗയാ വിധിച്ചിരിക്കുന്നത്. അതേ നടക്കൂ. അല്ലാതെ ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈശ്വര, എന്താ ഇത്? എന്തൊരു പരീക്ഷണമാണ്. മഹിയേട്ടൻ ഗംഗയിൽ നിന്നും ഒരിക്കലും ഈ വാക്കുകൾ കേൾക്കാൻ പാടില്ലായിരുന്നു. മഹിയേട്ട, തളരല്ലേ. എനിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മാളൂന് നല്ലൊരു അമ്മയായി അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും എനിക്ക് സാധിക്കും. മഹിയേട്ടൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ ഞാൻ എത്രയോ നാളായിട്ട് കൊതിക്കുന്നതാ. ഒടുവില് മഹിയേട്ടൻ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ എനിക്കതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നല്ലോ ഭഗവാനെ. എന്തൊരു പരീക്ഷണ ഇത്! എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പാവം മഹേട്ടൻ. ഞാൻ മഹേട്ടന്റെ ആഗ്രഹം നിഷേധിച്ചപ്പോ ആ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. മഹേട്ടന്റെ സങ്കടം തീർക്കാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ കാരണം തന്നെ മഹേട്ടന് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായിരിക്കുക. ഭഗവാനെ, എന്റെ നിവർത്തികേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മഹേട്ടനെ വേദനിപ്പിച്ചതിന് ആ കാലില് വീണ് എത്ര തവണ മാപ്പ് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണേ ശ്രീ മഹേശ്വര. എന്റെ ചെയ്തികളെല്ലാം നീയൊക്കെ തെറ്റായി ധരിച്ചതാ. ഒരമ്മയ്ക്കും അവള് നൊന്ത് പെറ്റ മക്കളെ സ്നേഹിക്കാതിരിക്കാനാവില്ല. ഏത് വളർത്തു മകൻ വന്നാലും സ്വന്തം മക്കൾക്കപ്പുറം അവനെ സ്നേഹിക്കാനും കഴിയില്ല. അപ്പോ അമ്മ ചെയ്തതെന്താ? അഭിനയം. ഇത്രയും വർഷം എല്ലാവരുടെ മുന്നിൽ ഞാൻ അഭിനയിക്കായിരുന്നു. നിനക്കൊക്കെ വേണ്ടി നാടകം കളിക്കായിരുന്നു. ഇത്രയും നാളും ഞാൻ മഹിയിൽ ലാളിച്ചും അനുസരിച്ചും സ്നേഹം നടിച്ചു നടന്നത് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് നിന്നോടൊക്കെയുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ. അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് നിന്റെ ഒക്കെ തെറ്റ്. കൈലാസ ഗ്രൂപ്പിന്റെ അവകാശിയായി നീ മാറണം.
മഹിയുടെ സകല സ്വത്തുക്കളും ബിസിനസ്സും നിന്റെ മാത്രമാവണം. അതിനുവേണ്ടിയാ ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. ഈ വീട്ടിൽ ഞാൻ കാലുകുത്തി അന്നു മുതൽ ഞാൻ കണ്ട സ്വപ്നമാണത്. ഇത്രയും വർഷം ആ സ്വപ്നം നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ നീക്കിയ കരികളിൽ ഒന്നു മാത്രമാണ് മഹി. അവനെ കൊണ്ട് എന്റെ അനിയന്റെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിപ്പിച്ചത് പോലും എന്റെ ആ കരുനീക്കങ്ങളുടെ ഭാഗമായിരുന്നു. എന്നിട്ടിപ്പോ അവൻ എവിടുന്നോ തെണ്ടിപ്പെറുക്കി വന്ന ഗംഗയെ വിവാഹം കഴിക്കണോന്ന്. മഹി അങ്ങനെ പറഞ്ഞു. അപ്പോ ശ്രേയോ? അവനിപ്പോ ശ്രേയൊന്നൊരു പ്രശ്നമല്ല. തലക്കടിച്ച് വീണതോടെ അവന്റെ ഉള്ളിൽ മുഴുവൻ ഗംഗയാ. ഇനി എനിക്കൊന്നും നോക്കാനില്ല. തുറന്ന യുദ്ധം ഇനി നടക്കാൻ പോകുന്നത്. നീ എന്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എപ്പോഴേ ഇതൊക്കെ സാധിച്ചെടുത്തേനെ. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്തു കൂട്ടരുത്. ഇത്രയും വർഷം ഞാൻ പതുക്കെ പ്ലാൻ ചെയ്തത് അവസാനം എല്ലാം നഷ്ടപ്പെടുത്താനല്ല. ആ മഹി, അവന്റെ ഒരാഗ്രഹം ഇനി നടക്കാൻ പാടില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചായിരിക്കണം. അവൻ വളരെ ബുദ്ധിമാനാ. നമ്മൾ അവനെ കുറച്ച് കാണരുത്. ഇല്ലമ്മ, അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. മതി, അത് മതി. നമ്മുടെ ലക്ഷ്യം നേടും വരെ ഈ കാര്യം മറ്റാരും അറിയണ്ട. രേഷ്മ പോലും അറിയണ്ട. മനസ്സിലായോ? മനസ്സിലായി. മഹിയുടെ നാശം, സർവനാശം, അതും എന്റെ കൺമുമ്പിൽ. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. മഹിയേട്ടൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വിരലിൽ വിവാഹമോതിരം അണിയിച്ചിട്ട് ആ ഗംഗയെ പ്രപ്പോസ് ചെയ്യാൻ മഹിയേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? എന്റെ മോൾ എത്രയോ വർഷങ്ങളായി മഹിക്ക് വേണ്ടി കാത്തിരിക്കുക. അവൻ ഗൗരിയെ സ്നേഹിക്കുന്നതിന് മുമ്പേ എന്റെ മോള് മഹിയെ സ്നേഹിച്ചു തുടങ്ങിയതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.